Good morning. Welcome to today's online class. Today we are going to discuss about total productivity management. TPM. Total productivity management and Pareto analysis. ആദ്യം നമുക്ക് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അതിനുശേഷം പാരറ്റോ അനാലിസിസ് എന്താണ്, അതിൻ്റെ യൂസ്ഫുൾനെസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ദെൻ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഐഡൻറ്റിഫയിങ് പ്രൊഡക്ടിവിറ്റി പ്രോബ്ലംസ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും ഈ പ്രോബ്ലംസ് അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസാണ് പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്, ദെൻ തുടർച്ചയായി പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കാം, അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഏത് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഐഡൻറ്റിഫയിങ് പ്രൊഡക്ടിവിറ്റി പ്രോബ്ലംസ് ആൻഡ് ടേക്കിംഗ് സ്റ്റെപ്സ് ടു സോൾവ് ദീസ് പ്രോബ്ലം സോ ആസ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി കണ്ടിന്യൂസ്ലി. അപ്പോൾ പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഡിറ്റർമിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും തിരിച്ചറിയുന്നതിനും ഉൽപാദനക്ഷമത തുടർച്ചയായി ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് ഈ പ്രോബ്ലംസ് പരിഹരിക്കുന്നതിനുള്ള സ്റ്റെപ്സ് അത് സ്വീകരിക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരുപാട് ഇപ്പോൾ ലേബർ, അതുപോലെ ക്യാപിറ്റൽ, മെറ്റീരിയൽസ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് കവർ ചെയ്യുന്നത് വാട്ട് പ്രൊഡക്ടിവിറ്റി ഈസ്, ഹൗ ഇറ്റ് ഈസ് മെഷേർഡ് ആൻഡ് വാട്ട് എ കമ്പനി ക്യാൻ ഡു ഇറ്റ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, എന്താണ് പ്രൊഡക്ടിവിറ്റി, അത് എങ്ങനെയാണ് ആ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്, ദെൻ ഒരു കമ്പനിക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്താണ്, അത് എങ്ങനെ മെഷർ ചെയ്യാം, ഇനി ആ ഒരു കമ്പനിക്ക് ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഈ മൂന്ന് കാര്യങ്ങളും ഇത് കവർ ചെയ്യുന്നുണ്ട് പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റിനെ നമുക്ക് ഈ ഒരു രീതിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടോട്ടൽ, പിന്നെ അതിൽ വരുന്നത് പ്രൊഡക്ടിവിറ്റി, ദെൻ മാനേജ്മെൻറ്റ്, അല്ലേ? ഈ മൂന്ന് ടേംസും ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കതിനെ ഡിസ്ക്രൈബ് ചെയ്യാം, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് മാനേജ്മെൻറ്റ്. ഇതിലെ ടോട്ടൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവ്ലി യൂസ് ഓൾ കമ്പനി റിസോഴ്സസ്. അതായത് എല്ലാ കമ്പനി റിസോഴ്സസുകളും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അൾട്ടിമേറ്റ്ലി പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്താനായിട്ട്. അപ്പോൾ ടോട്ടൽ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, എഫക്റ്റീവ്ലി യൂസ് ഓൾ കമ്പനി റിസോഴ്സസ്. ദെൻ പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇൻക്രീസ് പ്രോഡക്റ്റ് പവർ
പ്രോഡക്റ്റിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മാനേജ്മെൻറ്റ് മീൻസ് ക്ലിയർ ബിസിനസ് ഡയറക്ഷൻ, an integrated visible improvement plan, a consistent set of improvement strategies and an appropriate performance measurement system. അപ്പോൾ മാനേജ്മെൻറ്റിൽ വരുന്നത് എന്താണ്? വളരെ വ്യക്തമായിട്ടുള്ള അല്ലെ ക്ലിയർ ആയിട്ടുള്ള ബിസിനസ് ഡയറക്ഷൻ, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് വിസിബിൾ ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ, സംയോജിതവും ദൃശ്യവുമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ, പിന്നെ സ്ഥിരതയാർന്ന ഒരു കൂട്ടം ഇംപ്രൂവ്മെൻറ്റ് സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ ഉചിതമായിട്ടുള്ള പെർഫോമൻസ് മെഷർമെൻറ്റ് സിസ്റ്റം. അപ്പോൾ അതാണ് മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ മൊത്തത്തിലെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എഫക്റ്റീവ്ലി യൂസ് ഓൾ കമ്പനി റിസോഴ്സസ് ടു ഇൻക്രീസ് പ്രോഡക്റ്റ് പവർ and enhance customer satisfaction in the context of clear business direction, an integrated visible improvement plan, a consistent set of improvement strategies and an appropriate performance measurement system. അതായത് വ്യക്തമായ ബിസിനസ് ഡയറക്ഷൻ, സംയോജിതവും ദൃശ്യവുമായ ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ, ദെൻ ഒരു കൺസിസ്റ്റൻ്റ് സെറ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് സ്ട്രാറ്റജീസ്, ഉചിതമായ പെർഫോമൻസ് മെഷർമെൻറ്റ് സിസ്റ്റം, ഇവയുടെ പശ്ചാത്തലത്തിൽ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രോഡക്റ്റിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യുന്നതിനും ഉപഭോക്താക്കളുടെ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിനും, അപ്പോൾ ഉപഭോക്തൃ സംതൃപ്തി ഉയർത്തുന്നതിനും വേണ്ടി എല്ലാ കമ്പനി റിസോഴ്സസുകളും ഫലപ്രദമായി ഉപയോഗിക്കുക. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രോഡക്ട്സിൻ്റെ പവർ അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ എല്ലാ റിസോഴ്സസുകളും എഫക്റ്റീവായിട്ട് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ റിസോഴ്സസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിയായിട്ട് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ബിസിനസ് ഡയറക്ഷൻ ഉണ്ടായിരിക്കണം, നല്ല സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കണം, അത് ഇംപ്രൂവ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കണം, ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ ക്ലിയർ ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് സ്ഥാപനത്തിൻ്റെ എല്ലാ റിസോഴ്സസുകളും ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കതിൽ വരുന്നത് ഇംപ്രൂവ്മെൻറ്റ് യൂസിങ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻ്റ് ആണ്. അതായത് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സ് അതിൽ എന്തൊക്കെ സ്റ്റേജസ് ആണ് ഉൾക്കൊള്ളുന്നത്, അതാണ് നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് യൂസിങ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോസസ് ഓഫ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻവോൾവ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. അതിലെ ഫസ്റ്റ് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രാറ്റജിക് ബിസിനസ് കസ്റ്റമർ ആൻഡ് എംപ്ലോയി കോണ്ടെക്സ്റ്റ് വിതിൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. നമുക്ക് പറഞ്ഞു ഇവിടെ അൾട്ടിമേറ്റ് എന്ന ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രൊഡക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം, അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് ഏതൊക്കെ ഏരിയാസിൽ എവിടെയൊക്കെ നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, അതായത് അവരുടെ സ്ട്രാറ്റജിക് വ്യൂസ് അല്ലെങ്കിൽ ബിസിനസ് കസ്റ്റമർ എംപ്ലോയി, അപ്പോൾ ഏതൊക്കെ ഇതിലെ നമ്മൾ
ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരണം. അപ്പം ആ സന്ദർഭം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിലാണോ ഇമ്പ്രൂവ്മെൻറ്റ്, നമുക്ക് ഇനി ബിസിനസ് കോണ്ടാക്സ്റ്റ്, എംപ്ലോയി, കസ്റ്റമർ, അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം. അപ്പോൾ ആ സന്ദർഭം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ദ 3 സ്റ്റെപ്പ് സീക്വൻസ്, നമുക്കൊരു 3 സ്റ്റെപ്സ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒന്ന് നൗ, 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൗ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. ദെൻ ഹൗ, നൗ, ഹൗ ആൻഡ് വേർ. ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നൗ, ഹൗ ആൻഡ് വേർ, ഈ 3 സ്റ്റെപ്പ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൽ നൗ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിയലിസ്റ്റിക് റിവ്യൂ ഓഫ് കറൻറ്റ് സിറ്റുവേഷൻ ആണ്. നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ അത് റിയലിസ്റ്റിക്കായിട്ട് റിവ്യൂ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ നൗ എന്നുള്ള സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിയലിസ്റ്റിക് റിവ്യൂ ഓഫ് ദ കറൻറ്റ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ അത് റിയലിസ്റ്റിക്കായിട്ട് അവലോകനം ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക്, മെഷർമെൻറ്റ്, അനാലിസിസ്, ക്രിട്ടിക്ക്, കമ്പാരിസൺ, ഇവാലുവേഷൻ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നൗ ഇതാണ് റിയലിസ്റ്റിക് റിവ്യൂ ഓഫ് കറൻറ്റ് സിറ്റുവേഷൻ. നമ്മുടെ നിലവിലെ സാഹചര്യം എന്താണെന്നുള്ളത് നമ്മൾ യാഥാർത്ഥ്യത്തിൽ അത് നമ്മളൊന്ന് അവലോകനം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡിഫൈൻ ദ സ്റ്റെപ്സ്. കുറച്ച് സ്റ്റെപ്സ് ഡിഫൈൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഡിഫൈൻ ദ സ്റ്റെപ്സ്. എന്തിനാണ് സ്റ്റെപ്സ് ഡിഫൈൻ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? മൂവിങ് ഫ്രം ദ കറൻറ്റ് സിറ്റുവേഷൻ ടു ദ ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ നിലവിലെ സാഹചര്യം നമ്മൾ അവലോകനം ചെയ്തു. ഈ സാഹചര്യത്തിൽ നിന്നും, ഈ നിലവിലെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നമുക്ക് എവിടേക്ക് പോകണം? നമ്മുടെ ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൗ മീൻസ് define the steps involved in moving from the current situation to the desired future states. അപ്പോൾ നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും ആ ഫ്യൂച്ചർ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് ഡിഫൈൻ ചെയ്യുക. ദെൻ അത് ഡിഫൈൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡർഡൈസ് ടു സസ്റ്റൈൻ ദ ന്യൂ ലെവൽ. ആ ന്യൂ ലെവൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ നിർണ്ണയിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ കറൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് ഫ്യൂച്ചർ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് പറയുന്നത് വേർ ആണ്. വേറിലെ നമ്മൾ ചെയ്യുന്നത് ഡെവലപ്പ് എ ഫ്യൂച്ചർ സ്റ്റേറ്റ്, ഡെവലപ്പ് എ ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഡെവലപ്പ് എ ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്സ്. ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെ നമുക്ക് നമ്മുടെ വിഷൻ, പർപ്പസ്, ഗോള്, ആസ്പിരേഷൻസ് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്സ് ആയിരിക്കണം നമ്മൾ
ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടോട്ടൽ പ്രൊഡക്ടിവിറ്റിയിൽ നമ്മൾ ഇത്രയും കാര്യമാണ്. ആദ്യം നമ്മൾ എവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ബിസിനസ്സിലാണോ കസ്റ്റമേഴ്സിലാണോ, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജിക് ഏരിയാസിലാണോ, അങ്ങനെ നമ്മൾ എംപ്ലോയീസിലാണോ, എവിടെയൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ മെച്ചപ്പെടുത്തേണ്ട സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ആദ്യം കറൻറ്റ് സിറ്റുവേഷൻ നമ്മൾ അവലോകനം ചെയ്യും. ദെൻ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ സ്റ്റേറ്റ്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ട സ്റ്റെപ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഒരു ഡിസൈർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്സ്, അതായത് നമ്മുടെ പർപ്പസും ലക്ഷ്യങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ വിഷൻ കാഴ്ചപ്പാട് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഫ്യൂച്ചർ സ്റ്റേറ്റ്സ് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഇംപ്രൂവ്മെൻറ്റ് യൂസിങ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്. ദെൻ നമുക്ക് ഇതിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പാരറ്റോ അനാലിസിസ്. പാരറ്റോ അനാലിസിസ്. പാരറ്റോ അനാലിസിസ്. പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആണ് കേട്ടോ. ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആണ്. ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അത് ധാരാളം ഫീൽഡുകളിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ എക്കണോമിക്സ് തൊട്ട് ക്വാളിറ്റി കൺട്രോൾ വരെയുള്ള എല്ലാ ഫീൽഡുകളിലും ഏത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ ഒരു പാരറ്റോ അനാലിസിസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡിസിഷൻ മേക്കിംഗ് ടെക്നിക് ഓർ ടൂളാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ 8/20 റൂൾസ്. ഇത് 8/20 റൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂൾ ഓർ ടെക്നിക്കാണ് പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഇത് 8/20 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 80% ഓഫ് എ പ്രോജക്ട്സ് ബെനഫിറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഡൂയിങ് 20% ഓഫ് ദ വർക്ക്, ഓർ conversely 80% problems are traced to 20% of the കോസ്റ്റ്. അതാണ് ഈ 80/20 റൂൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയയുടെ ബേസിലാണിത് വരുന്നത്. അതായത് 80% ഓഫ് എ പ്രോജക്ട്സ് ബെനഫിറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഡൂയിങ് 20% ഓഫ് ദ വർക്ക്. നമ്മൾ 20% ജോലികൾ ചെയ്യുന്നതിലൂടെ ഒരു കമ്പനിക്ക് 80% ബെനഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് 20% വർക്ക് നമ്മൾ ചെയ്യുന്നതിലൂടെ തന്നെ കമ്പനിക്ക് 80% അവർക്ക് ബെനഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഈ ഒരു 8/20 എന്നുള്ളതുകൊണ്ട് ആ ഒരു റൂളിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ 20% ജോലി ചെയ്യുന്നതിലൂടെ 80% നേടാനായിട്ട് കഴിയുന്നു. അല്ലെങ്കിൽ കമ്പനിയുടെ 80% പ്രശ്നങ്ങളും നമുക്ക് 20% കാരണങ്ങളാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ 80% പ്രോബ്ലംസും നമുക്ക് എങ്ങനെയാണ് 20% ഓഫ് ദ കോസ് അത് വെച്ച് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ 80/20 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാരറ്റോ അനാലിസിസ് ഫസ്റ്റ് അത് പറയുന്നത് ഇറ്റാലിയൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള വിൽഫ്രെഡോ പാരറ്റോ ആണ്. അപ്പോൾ വിൽഫ്രെഡോ പാരറ്റോ അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള കോസ് എക്കണോമിക് പൊളിറ്റിക് എന്ന് പറയുന്ന ആ ബുക്കിലാണ് ആദ്യമായിട്ട് ഈ പാരറ്റോ അനാലിസിസിനെ കുറിച്ചിട്ട് പറയുന്നത്.
അപ്പോൾ അദ്ദേഹം 1906 നമ്മൾ പറഞ്ഞു ഇറ്റാലിയൻ എക്കണോമിക്സ്റ്റാണ് വിൽഫ്രെഡോ പാരറ്റോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു റിസർച്ച് സ്റ്റഡിയൊക്കെ നടത്തിയിരുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഡിസ്കവർ ചെയ്തത് 80% ഓഫ് ദ ലാൻഡ് ഇൻ ഇറ്റലി വാസ് ഓൺഡ് ബൈ ജസ്റ്റ് 20% ഓഫ് ദ പീപ്പിൾ ഇൻ ദ കൺട്രി. അതായത് ഇറ്റലിയിലെ അവരുടെ ലാൻഡിൻ്റെ 80%ഉം 20% ആളുകളുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം സ്റ്റഡി നടത്തിയപ്പോൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ ഇറ്റലിയുടെ മൊത്തം ലാൻഡിൻ്റെ 80%ഉം ആരുടെ കയ്യിലാണ്? 20% ആളുകളുടെ കൈവശമാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ പഠനം, ആ ഒരു റിസർച്ച് അദ്ദേഹം ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് അവിടെ യൂറോപ്പിലുടനീളം ഈ ഒരു രീതിയിൽ തന്നെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ ഉള്ളത് എന്ന് അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ 8/20 റൂള് ഔപചാരികമായിട്ട് അത് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ എങ്ങനെയായിരുന്നു? ദ ടോപ്പ് 20% ഓഫ് എ കൺട്രീസ് പോപ്പുലേഷൻ അക്കൗണ്ട്സ് ഫോർ ദ എസ്റ്റിമേറ്റഡ് 80% ഓഫ് ദ കൺട്രീസ് വെൽത്ത് ഓർ ടോട്ടൽ ഇൻകം. അതായത് രാജ്യത്തിൻ്റെ ടോട്ടൽ ഇൻകം, മൊത്തം വരുമാനത്തിൻ്റെ, അല്ലെങ്കിൽ അവിടുത്തെ ആ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 80% അവിടുത്തെ ടോപ്പ് 20% ആളുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിലൂടെ അദ്ദേഹം കണ്ടെത്തിയ കാര്യമായിരുന്നു അത്. അപ്പോൾ ഇറ്റലിയുടെ ബേസ് എടുത്തപ്പോൾ ഇറ്റലിയിലെ 80% ഭൂമിയും 20% ആളുകളുടെ കൈവശമാണ്. അതേപോലെ തന്നെ യൂറോപ്പിലെ എല്ലായിടത്തും ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ രാജ്യത്തെ ടോട്ടൽ ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ വെൽത്തിൻ്റെ 80%, അതായത് മെജോറിറ്റിയും ആരുടെ കൈവശമാണ്? ടോപ്പ് 20% ആളുകളുടെ കൈവശമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു 8/20 റൂൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു അനാലിസിസ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ദെൻ അദ്ദേഹത്തിന് ശേഷം ജോസഫ് ജുറാൻ, റൊമാനിയൻ അമേരിക്കൻ ബിസിനസ് തിയറിസ്റ്റ് ആണ് കേട്ടോ. റൊമാനിയൻ അമേരിക്കൻ ബിസിനസ് തിയറിസ്റ്റാണ് ജോസഫ് ജുറാൻ. അദ്ദേഹം ഈ പാരറ്റോസിൻ്റെ ഈ ഒരു 8/20 പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അത് ബിസിനസ് ഫീൽഡിലേക്ക് അത് എക്സ്റ്റെൻഡ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബിസിനസ് നേരിടുന്ന പ്രോബ്ലംസ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഈ നിയമം ബാധകമാക്കാമോ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാമോ അത് മനസ്സിലാക്കാനായിട്ട് ഈ ജോസഫ് ജൊറാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു 8/20 പ്രിൻസിപ്പിൾ അദ്ദേഹം ഒന്നുകൂടെ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നത് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ മോസ്റ്റ് പ്രൊഡക്ഷൻ ഡിഫക്റ്റ് റിസൾട്ടഡ് ഫ്രം എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ദ കോസസ് ഓഫ് ഓൾ ഡിഫക്റ്റ്. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഭൂരിഭാഗം മോസ്റ്റ് പ്രൊഡക്ഷൻ ഡിഫക്ട്സും എന്തിൻ്റെ ഫലമായിട്ടാണ് വരുന്നത്? സ്മോൾ പെർസെൻറ്റേജ് ഓഫ് കോസസിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അപ്പോൾ അതാണ് മോസ്റ്റ് പ്രൊഡക്ഷൻ ഡിഫക്റ്റ് റിസൾട്ടഡ് ഫ്രം എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ദ കോസസ് ഓഫ് ഓൾ ഡിഫക്ട്സ്. അപ്പം മേജർ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വളരെ കുറച്ച് കാരണങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത് എന്നതാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പാരറ്റോ അനാലിസിസിലെ ഈ ഒരു 8/20 പ്രിൻസിപ്പിൾസ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ വൈറ്റൽ ഫ്യൂ ആൻഡ് ദ ട്രൈവൽ മെനി എന്നുള്ള ആ ഒരു ഇതിലാണ്. വൈറ്റൽ ഫ്യൂ ആൻഡ് ട്രൈവൽ മെനി ഓർ യൂസ്ഫുൾ മെനി. അതായത് നമ്മളിപ്പോൾ ഏതൊരു സെറ്റ് ഓഫ് തിങ്സ് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ പീപ്പിൾസ് ആയാലും കസ്റ്റമേഴ്സ് ആയാലും എംപ്ലോയീസ് ആയാലും, ഇനിയിപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ സ്കില്ല് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും,
അതിലെ ഫ്യൂ ആർ വൈറ്റൽ. അതാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഫ്യൂ മീൻസ് ഒരു 20% ആണ് സുപ്രധാനമായിട്ട് വരുന്നത്. മെജോറിറ്റിയും എന്താണ്, ട്രൈവിയൽ ആയിരിക്കും, അതായത് നിസ്സാരമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരറ്റോ അനാലിസിസിലെ 8/20 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ദ വൈറ്റൽ ഫ്യൂ ആൻഡ് ട്രൈവിയൽ മെനീസ്. അതായത് നമ്മൾ ഇഫ് എനി സെറ്റ് ഓഫ് തിങ്സ്, അതായത് ദാറ്റ് ഈസ് പീപ്പിൾ, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സ്കിൽസ് എക്സെട്ര, എ ഫ്യൂ ആർ വൈറ്റൽ ആൻഡ് മെജോറിറ്റി ഈസ് ട്രൈവിയൽസ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എസെൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് കേസ് എടുക്കുകയാണെങ്കിലും നമുക്കൊരു സ്ഥാപനത്തിലെ 80% ഓഫ് ദ കംപ്ലയിൻസും വരുന്നത് 20% കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ 80% ഓഫ് ദ സെയിൽസ് കംസ് ഫ്രം ദ 20% ക്ലയൻസ്. അപ്പോൾ ആ 20% ക്ലയൻസിൽ നിന്നായിരിക്കും 80% സെയിൽസ് വരുന്നത്. നമ്മൾ ഇതെടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ തന്നെയാണ് വരുന്നത്: a few contributors account for the majority of the effects. അതാണ് 8/20 പറയുന്നത്. അപ്പോൾ പാരറ്റോ പ്രിൻസിപ്പിൾസ് പ്രകാരം നമ്മൾ ഏതൊരു ഗ്രൂപ്പ് ഓഫ് തിങ്സ് കൺസിഡർ ചെയ്താലും നമുക്ക് ഈ ഒരു കോമൺ എഫക്റ്റാണ് അവിടെ ലഭിക്കുന്നത്. എ റിലേറ്റീവ്ലി ഫ്യൂ കോൺട്രിബ്യൂട്ടേഴ്സ് അക്കൗണ്ട് ഫോർ ദ മെജോറിറ്റി ഓഫ് ദ എഫക്റ്റ്. അതായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 80% കംപ്ലൈൻസും പരാതികളും വരുന്നത് ഒരു 20% കസ്റ്റമേഴ്സിൽ നിന്നാണ്. അതുപോലെ 80% സെയിൽസും വരുന്നത് 20% ക്ലയൻസിൽ നിന്നാണ്. 80% പ്രൊഡക്ഷൻ ഡിഫക്റ്റിനും കാരണമാകുന്നത് സ്മോൾ പോർഷൻ ഓഫ് കോസസ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പറയുന്നതിനെയാണ് പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ നമുക്കിതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്സ് ഇൻ പാരറ്റോ അനാലിസിസ്. പാരറ്റോ അനാലിസിസിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റേജ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ലിസ്റ്റിംഗ് ഓഫ് പ്രോബ്ലംസ് ആണ്. സ്റ്റെപ്സ് ഒന്നാമത് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ലിസ്റ്റിംഗ് ഓഫ് പ്രോബ്ലംസ്. പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പാരറ്റോ അനാലിസിസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്: ലിസ്റ്റ് ഡൗൺ ഓൾ ദ പ്രോബ്ലംസ് വിച്ച് ആർ റിക്വയർഡ് ടു ഗെറ്റ് റിസോൾവ്ഡ്. നമുക്ക് പരിഹാരം കാണേണ്ടതാവശ്യമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണോ ഉള്ളത്, ഏതൊക്കെ പ്രോബ്ലംസിന് നമുക്ക് പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ആ പ്രോബ്ലംസ് എല്ലാം തന്നെ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. അപ്പം ഇങ്ങനെ നമുക്ക് പ്രോബ്ലംസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വഴികൾ നമുക്കുണ്ടായിരിക്കും. അതായത് നമുക്ക് ക്ലയൻസ്, ടീം മെമ്പേഴ്സ്, ഇവരിൽ നിന്നൊക്കെ നമുക്കത് കണ്ടെത്തി ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അർജുൻ ഒരു സർവീസ് സെൻറ്ററിൻ്റെ ഓണറാണെന്ന് വിചാരിക്കുക. പക്ഷേ അർജുൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും നന്നായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറേ വറീഡാണ് അതിൽ. ദെൻ ആ ഒരു പ്രശ്നം അത് സോൾവ് ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിലൂടെ കസ്റ്റമേഴ്സിൻ്റെ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം, അവരുടെ സർവീസ് സെൻറ്റർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് വർക്കിംഗ് ആവണില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ വർക്കിംഗ് ആവുന്നില്ലെങ്കിൽ അതിന് ധാരാളം കാരണങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ പ്രോബ്ലംസ് കണ്ടെത്താനായിട്ട് നമ്മളെ എന്ത് സഹായിക്കും? നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ് ബൈ ദ സർവീസ് സെൻറ്റേഴ്സ് അല്ലേ. നമുക്ക് സർവീസ് സെൻറ്ററിലെ നമ്മുടെ ക്ലയൻസിൽ നിന്ന്, കസ്റ്റമേഴ്സിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള കംപ്ലൈൻസ്,
അത് നോക്കിയിട്ട് നമുക്ക് നോക്കാം. സപ്പോസ് നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലൈൻസ്, ഒന്ന് നമ്മൾ ഫോൺ കോള് പെട്ടെന്ന് നമ്മളത് എടുക്കുന്നില്ല എന്നുള്ളത്, പിന്നെ നമുക്കിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പരാതികളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നോളജ് സ്റ്റാഫിനില്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പ്രവർത്തനത്തെ മോശമാക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ എണ്ണം വളരെ കുറച്ചാണ് ഉള്ളൂ. അതുപോലെ തന്നെ സ്റ്റാഫിന്, ഇപ്പോൾ എൻജിനീയറിംഗ് സ്റ്റാഫിന് അവർക്ക് ഈ സെൻറ്ററിലേക്ക് ജോലിക്ക് വരുന്നതിനുള്ള ടൈം ഷെഡ്യൂൾ ഇല്ല. പിന്നെ ടൈമിൽ അവർ വന്നിരിക്കണം, അങ്ങനെയുള്ള ഒരു ടൈം അവർക്ക് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻജിനീയറിംഗ് സ്റ്റാഫ് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് കസ്റ്റമേഴ്സ് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ പ്രശ്നങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രോബ്ലം ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് റൂട്ട് കോസ് ഐഡൻറ്റിഫിക്കേഷനാണ്. അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. റൂട്ട് കോസ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ പ്രോബ്ലം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നു റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ റൂട്ട് കോസ്? അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിനെ നമുക്ക് ഡിഫറെൻറ്റ് ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടെത്താം എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത്. സപ്പോസ് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന്, ഫോൺ കോൾ ആർ നോട്ട് പിക്ക്ഡ് അപ്പ് ക്വിക്ക്ലി. നമ്മൾ പറഞ്ഞതാണ്, പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഒരുപാട് റിങ് ചെയ്തതിന് ശേഷമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ സ്ഥാപനത്തിലെ സ്റ്റാഫിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കാം, അല്ലേ? അപ്പോൾ ഈ ഫോൺ കോൾസ് നമുക്ക് ക്വിക്കായിട്ട് അത് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ ടു ഫ്യൂ സ്റ്റാഫ്സ് അറ്റ് സെൻറ്റേഴ്സ്, വളരെ കുറച്ച് സ്റ്റാഫേ സെൻറ്ററിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതാവാം. അതുപോലെ തന്നെ സ്റ്റാഫിന് ഇനഫ് നോളജ് ഇല്ല കംപ്ലൈൻറ്റ് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള ആവശ്യത്തിനുള്ള അറിവില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കിട്ടാത്തതാവാം. അപ്പോൾ അവിടെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രെയിനിങ് ആണ്. പിന്നെ എൻജിനീയറിംഗ് സ്റ്റാഫിൻ്റെ ജോലി സമയം, അവർ വരേണ്ട സമയം ഫിക്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പുവർ ഓർഗനൈസേഷനാണ്. അപ്പോൾ അതാണ് അവിടുത്തെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ എണ്ണം വളരെ കുറവാണ്, അതുകൊണ്ട് അവരെ പ്രഷറൈസ്ഡ് ആണ് ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റാഫിൻ്റെ നമ്പർ ഓഫ് സ്റ്റാഫ് അത് വളരെ കുറവാണ്. അപ്പോൾ സ്റ്റാഫിൻ്റെ എണ്ണം വളരെ കുറവാണ്, അതുകൊണ്ടാണല്ലോ. അപ്പോൾ എണ്ണം കുറയുമ്പോൾ അവർക്ക് പ്രഷറായിരിക്കും ജോലി ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ റൂട്ട് കോസ് ഉണ്ടായിരിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ കണ്ടെത്തി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ശരിയായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, മൂലകാരണം, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പലപ്പോഴും മൾട്ടിപ്പിൾ കോസസ് ഒക്കെ ഉണ്ടായിരിക്കും ഈ പ്രശ്നങ്ങൾക്ക്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്കോർ പ്രോബ്ലമാണ്. നമ്മളിപ്പോൾ പ്രോബ്ലം കണ്ടു, അതിൻ്റെ റൂട്ട് കോസ് കണ്ടു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? സ്കോർ പ്രോബ്ലംസ്. പ്രശ്നങ്ങളൊക്കെ നമ്മൾ സ്കോറിങ് നടത്തുന്നു. അതായത് സ്കോർ ദ പ്രോബ്ലം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അസൈനിങ് ദ നമ്പർ ടു ഈച്ച് വൺ ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് ഇമ്പാക്റ്റ് ഓൺ ദ കമ്പനി. ആ ഓരോ പ്രോബ്ലംസും കമ്പനിയിലെ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അസൈനിങ് ദ നമ്പർ ടു ഈച്ച് ഓഫ് ദ പ്രോബ്ലം ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോബ്ലം ദാറ്റ് വൺ ഈസ് ട്രൈയിങ് ടു സോൾവ്. അങ്ങനെയാവാം. നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിൻ്റെ ബേസിലും നമുക്ക് എന്ത് കൊടുക്കാം? ഓരോ നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് സ്കോറിങ് കൊടുക്കുന്നത്
നമ്പർ ഓഫ് കംപ്ലൈൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ എത്ര കംപ്ലൈൻറ്റ്, ഇപ്പോൾ ഈ ഓരോന്നിനും എത്ര കംപ്ലൈൻറ്റ്, ഇപ്പോൾ ഫോൺ കോൾ ശരിക്കും എടുക്കുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് അത് എടുക്കുന്നില്ല എന്ന് എത്ര പേര് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈം ഫിക്സ് ചെയ്തിട്ടില്ല എഞ്ചിനീയറിംഗ് സ്റ്റാഫിൻ്റെ എന്നുള്ളത് എത്ര പേര് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാഫിൻ്റെ എണ്ണം കുറവാന്നുള്ളത് എത്ര പേര് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് എന്ത് കൊടുക്കാം, സ്കോറിങ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്കോർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കമ്പനിയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രയാണ്, അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ പ്രോബ്ലത്തിനും നമ്മളൊരു നമ്പർ അസൈൻ ചെയ്യുന്നതിനെയാണ് സ്കോർ ദ പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ സ്കോറിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രൂപ്പിംഗ് പ്രോബ്ലംസ് ആണ്. ഗ്രൂപ്പിംഗ് പ്രോബ്ലംസ് നമ്മൾ ഓർഗനൈസ് ദ പ്രോബ്ലംസ് ഇൻ ടു ഗ്രൂപ്പ് സച്ച് ആസ് കസ്റ്റമർ സർവീസ് ഓർ സിസ്റ്റം ഇഷ്യൂ. നമ്മൾ അതാണ് പ്രോബ്ലം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ഷുഡ് ബി ഗ്രൂപ്പ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റൂട്ട് കോസ്. അപ്പോൾ ആ റൂട്ട് കോസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ വളരെ കുറച്ച് സ്റ്റാഫേ ഉള്ളൂ സെൻറ്ററിൽ നിന്ന്, അതിൻ്റെ ആ ഒരു റൂട്ട് കോസ്, അപ്പോൾ അതിൻ്റെ ബേസിൽ എന്തോരം പ്രോബ്ലംസ് വന്നിട്ടുണ്ട് അതെല്ലാം കൂടെ നമ്മൾ ഒന്നാക്കി വെക്കുന്നു. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ കസ്റ്റമർ സർവീസസ്, സിസ്റ്റം ഇഷ്യൂ, ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്കത് ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രോബ്ലം സ്കോറിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഒരേ റൂട്ട് കോസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരേ ഇതിൽ വരുന്നതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാന്നുള്ളതാണ്. ദെൻ ഗ്രൂപ്പിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ആഡിങ് അപ്പ് ഈച്ച് ഗ്രൂപ്പ് സ്കോർ. ഓരോ ഗ്രൂപ്പിൻ്റെയും സ്കോറ് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈച്ച് ഗ്രൂപ്പ് സ്കോർ, ഓരോ ഗ്രൂപ്പിൻ്റെയും സ്കോറ് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈച്ച് കോസ് ഗ്രൂപ്പിൻ്റെയും സ്കോറ് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഹയ്യസ്റ്റ് സ്കോർ ഏതിനാണോ വരുന്നത് ആ പ്രോബ്ലത്തിനെ നമ്മൾ ഹയ്യസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു. ദെൻ ലോവസ്റ്റ് സ്കോർ ഏതാണോ വരുന്നത് അതിനെ നമ്മൾ ലോവസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഹയസ്റ്റ്, അപ്പോൾ ആ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹയ്യസ്റ്റ് പ്രയോറിറ്റിയും ലോവസ്റ്റ് പ്രയോറിറ്റിയും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഹയ്യസ്റ്റ് സ്കോറിനുള്ള പ്രോബ്ലം അത് നമ്മൾ പരിഹരിക്കുന്നതിന് ഹയ്യസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും, ലോവസ്റ്റ് സ്കോറിനെ നമ്മൾ ലോവസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. ദെൻ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടേക്കിംഗ് നെസസറി ആക്ഷൻ ആണ്. ടേക്കിംഗ് നെസസറി ആക്ഷൻ അല്ലേ? ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻ്റ് ആൻ ആക്ഷൻ പ്ലാൻ ടു സോൾവ് ദ പ്രോബ്ലംസ് ബൈ ഫോക്കസിങ് ഓൺ ദ ഹയർ സ്കോർഡ് പ്രോബ്ലം ഫസ്റ്റ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ഗ്രേറ്റസ്റ്റ് സ്കോറുള്ള പ്രോബ്ലം ആയിരിക്കും. അപ്പം ഇത്രയാണ് ഇതിൽ വരുന്നത് സ്റ്റെപ്സ് ഇൻ പാരറ്റോ അനാലിസിസിൽ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ലിസ്റ്റിംഗ് ഓഫ് പ്രോബ്ലം. നമ്മുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത് ലിസ്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റൂട്ട് കോസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ നമ്മൾ പ്രോബ്ലം സ്കോർ ദ പ്രോബ്ലം ആണ്, അതായത് ആ റൂട്ട് കോസ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് ഇമ്പാക്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിനെ നമ്പർ അസൈൻ ചെയ്തു കൊടുക്കുന്നു. ദെൻ അതിനുശേഷം ഗ്രൂപ്പിംഗ് പ്രോബ്ലംസ്, പ്രോബ്ലം ഷുഡ് ബി ഗ്രൂപ്പ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റൂട്ട് കോസ്. ദെൻ അതിനുശേഷം സ്കോർസ് ഓഫ് ഈച്ച് കോസ് ഗ്രൂപ്പ് വിൽ ദെൻ ആഡഡ് ആസ് എ ഗ്രൂപ്പ്, അത് ഗ്രൂപ്പായിട്ട് നമ്മൾ നിർത്തുന്നു. ദെൻ ഹയ്യസ്റ്റ് സ്കോറ് ഉള്ളതിനെ ഹയ്യസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻ്റ് ആൻ ആക്ഷൻ പ്ലാൻ ഫോർ ദ പർപ്പസ് ഓഫ് സോൾവിങ് പ്രോബ്ലം. ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ പാരറ്റോ
analysis, identification and listing of problem, root cause identification, score the problems, grouping problems, aiding each group score, then taking necessary actions. Then next നമുക്കിതിലെ വരുന്നത് പാരറ്റോ അനാലിസിസിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ബെനഫിറ്റാണ് നമുക്കിതിൽ വരുന്നത്? അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഡ്രോയിങ് എ പാരറ്റോ ചാർട്ട് ഈസ് ഈസി. പാരറ്റോ അനാലിസിസ് നടത്തി നമ്മളൊരു പാരറ്റോ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യും. അത് 8/20 പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ പാരറ്റോ ചാർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് വരയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത്. പാരറ്റോ ചാർട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഡയഗ്രാം പ്രോബ്ലംസും അതിൻ്റെ കോസസും സെഗ്രഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ സ്റ്റെപ്സ് കണ്ടതാണ്. ആദ്യം നമ്മൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുന്നു. അത് എന്നിട്ട് ഈ ഓരോ പ്രശ്നങ്ങളും എന്ത് ഇമ്പാക്റ്റാണ് ബിസിനസ്സിൽ ഉണ്ടാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനൊരു സ്കോർ കൊടുക്കുന്നു. ദെൻ അതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്യാനായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നങ്ങളും അതിൻ്റെ കാരണങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് സെഗ്രഗേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേർതിരിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് ഈ ഒരു ഡയഗ്രാം. അതുപോലെ തന്നെ ഇത് ഫോക്കസ് ചെയ്യുന്നത് സോൾവിങ് ദ ഫ്യൂ കോസസ് വിച്ച് ആർ ജനറേറ്റിംഗ് ദ മാക്സിമം എമൗണ്ട് ഓഫ് പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു അനാലിസിസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? മെജോറിറ്റി പ്രശ്നത്തിൻ്റെയും കാരണം വളരെ അല്ലെ മെജോറിറ്റി പ്രോബ്ലംസും ഉണ്ടാകുന്നത് വളരെ കുറച്ച് കാരണങ്ങൾ മൂലമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഈ മാക്സിമം എമൗണ്ട് ഓഫ് പ്രോബ്ലംസും ഉണ്ടാക്കുന്ന ആ ഫ്യൂ കോസസ് ഏതൊക്കെയാണ്, അപ്പോൾ അത് കണ്ടെത്തിയിട്ട് അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു 80% ഓഫ് ദ പ്രോബ്ലംസും നമുക്ക് 20% കോസ് വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ മാക്സിമം എമൗണ്ട് ഓഫ് പ്രോബ്ലംസും ഉണ്ടാക്കുന്ന ആ ഫ്യൂ കോസസ്, ആ കുറച്ച് കാരണങ്ങൾ, അത് ഫോക്കസ് ചെയ്തിട്ട് അത് ട്രേസ് ഔട്ട് ചെയ്ത് അത് സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പം അതും ഇതിൻ്റെ ഒരു ബെനഫിറ്റാണ്. വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷോ ദ പ്രോബ്ലംസ് ടു ഫോക്കസ് ആൻഡ് ഗെറ്റ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്. നമ്മളിവിടെ പ്രോബ്ലംസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ, അതുപോലെ തന്നെ അതിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സ്റ്റെപ്സിൽ നമ്മൾ കണ്ടതാണ്. പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി, അതിന് സ്കോർ കൊടുത്തു. ദെൻ എന്നിട്ട് അതിലെ എന്താ പറയുക പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഏതാണ്, അവസാനം സോൾവ് ചെയ്യേണ്ടത് ഏതാണ് എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് അതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പാരറ്റോ അനാലിസിസ് നമുക്ക് ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഡയഗ്രാം അല്ലെങ്കിൽ ഇതിൻ്റെ ചാർട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചാർട്ട് നമുക്ക് പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും അല്ലേ. ഇപ്പം നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നതിനേക്കാളും നമുക്കൊരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്ന പോലെ തന്നെ ദിസ് ചാർട്ട് ഹെൽപ്പ് വിഷ്വലൈസ് പ്രോബ്ലം ക്വിക്കിലി. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു എക്സലൻ്റ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടൂള് കൂടെ ആണ്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ബെനഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ഡ്രോയിങ് എ പാരറ്റോ ചാർട്ട് ഈസ് ഈസി, പിന്നെ ഇറ്റ് ഹെൽപ്പ് സെഗ്രഗേറ്റ് ദ പ്രോബ്ലം ആൻഡ് ദെയർ കോസസ്, then it focus on solving the few causes which are generating the maximum amount of problem, then it show the problem to focus അല്ലെ ഫോക്കസ് ചെയ്യേണ്ട പ്രോബ്ലം ഏതൊക്കെയാണെന്നുള്ളത് അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ get the most significant improvement. Then this chart help visualize problem
ക്വിക്ക്ലി. അപ്പോൾ ഇതൊരു എക്സലൻ്റ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടൂള് കൂടെ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബെനഫിറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ നമ്മൾ 2 ടോപ്പിക്കാണ് പറഞ്ഞത്. ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു, പിന്നെ പാരറ്റോ അനാലിസിസ് എന്താന്ന് പറഞ്ഞു. ഇത് ഫസ്റ്റ് കോയിൻഡ് ബൈ ഇറ്റാലിയൻ എക്കണോമിസ്റ്റ് വിൽഫ്രെഡ് പാരറ്റോ ഇൻ ഹിസ് ബുക്ക് കേഴ്സ്ഡ് എക്കണോമിക് പൊളിറ്റിക്, അതിലാണ് ഇത് പറയുന്നത്. ബിസിനസ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു പാരറ്റോ പ്രിൻസിപ്പിള് ഇത് കൊണ്ടുവരുന്നത് ജോസഫ് ജുറാനാണ്. റൊമാനിയൻ അമേരിക്കൻ ബിസിനസ് തിയറിസ്റ്റ് ആണ്. അദ്ദേഹമാണത് ബിസിനസ് സാഹചര്യങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റെപ്സ് ഇൻ പാരറ്റോ അനാലിസിസ് ആണ്. പിന്നെ അതിൻ്റെ ബെനഫിറ്റും പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ യൂസ്ഫുൾനെസ് പറയാനുണ്ട്, ലിമിറ്റേഷൻസൊക്കെ പറയാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.